ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളൊക്കെ അറിഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പ്രിയ സഖാവിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി ഇന്ന് രാവിലെ ഗൾഫിൽ നിന്നും ഒരു വോട്ടർ ഇത്തരത്തിൽ ബൂത്തിലേക്ക് എത്തുകയും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഇന്ന് വൈകുന്നേരം മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് വിനോദ് തോമസ്. സ്വരാജിനെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇന്ന് രാവിലെ എത്തിയതാണെന്ന്. രാവിലെ 11 മണിക്ക് എത്തി. ഇന്ന് വൈകുന്നേരം 12 മണിക്ക് ഫ്ലൈറ്റ്, വൈകുന്നേരം മടങ്ങും. സ്വരാജ് മത്സരിക്കുന്നതുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് ചിഹ്നം നമ്മുടെ അരിവാൾ ചുറ്റിക ആയതുകൊണ്ടും സ്വരാജ് മത്സരിക്കുന്നതുകൊണ്ടും വോട്ട് മിസ്സാക്കാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് വന്നു വോട്ട് ചെയ്ത് മടങ്ങാൻ. സ്വരാജിനെ തൻ്റെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് വലിയൊരു താല്പര്യം. അതെ, ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് വന്നത്. മത്സരിക്കുന്നത് സ്വരാജ് ആയതുകൊണ്ട് തന്നെ ആ വോട്ട് മിസ്സാക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സ്വരാജിനെ മുന്നേ അറിയുമായിരുന്നു, അതോ നേരിട്ട് പരിചയമുണ്ടോ? സ്വരാജിനെ ഞെട്ടിക്കുളം UP സ്കൂളിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ 5ൽ പഠിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ചുങ്കത്തറ മാർത്തോമ കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് വന്നപ്പം സ്വരാജ് അവിടെ ഉണ്ടായിരുന്നു, ജൂനിയറായിട്ടുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു. എങ്ങനെയാണ് പുള്ളിയോടുള്ള ഒരു ബന്ധം? അതായത് പുള്ളി നല്ല രീതിയിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാളാണ്, നല്ല പ്രാസംഗികൻ, അങ്ങനെയൊക്കെ മികച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ നിന്ന് വിജയിക്കണമെന്നാണ് താല്പര്യം. ചുങ്കത്തറ മാർത്തോമ കോളേജ് സമയം മുതൽ തന്നെ നമുക്കറിയാം പുള്ളി നേതൃഗുണമുള്ള ഒരാളാണ്. എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരോട് പോലും ഇടപെടാനും അവരെ കൂടെ നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാനും തക്ക രീതിയിലുള്ള അത്ര സാമർത്ഥ്യമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, അന്ന് സ്വരാജിന് കൂടെ പഠിച്ച KSUവിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ സ്വരാജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വരാജിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നിട്ട് അവർ പ്രസംഗിച്ചു. സ്വരാജിനെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പ്രസംഗിച്ചു പോയത് നമ്മൾ കണ്ടാണ്. അപ്പോൾ അത്രമാത്രം ക്വാളിറ്റിയുള്ള ഒരാൾ ജയിക്കേണ്ടത് നമ്മുടെ നിലമ്പൂരിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മൊത്തം ആവശ്യമാണ് അദ്ദേഹം നിയമസഭയിലെത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പൊതുവേ ഈ ഇന്നത്തെ വോട്ട് ദിനമൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷ? രാവിലെ മുതൽ പല പഞ്ചായത്തിൽ പോയി. എൻ്റെ വോട്ട് പോത്തുകൽ പഞ്ചായത്തിലാണ്. അവിടെ പലരോട് സംസാരിച്ചു. പലരും പറയുന്നത് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിനപ്പുറം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുടെ പോലും ഒരു പിന്തുണ സ്വരാജിന് കിട്ടും എന്ന രീതിയിലാണ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വരാജ് ജയിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ ഈ മണ്ഡലത്തിൽ നിന്ന് സ്വരാജ് വിജയിച്ച് കയറുന്നതാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അജിംഷാദ്, ഇപ്പോൾ നമ്മൾ പോലെ തന്നെ ഇങ്ങനെ നിരവധി പേരാണ്, അതായത് ഇദ്ദേഹം ഗൾഫിലാണ്, അദ്ദേഹം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ മണ്ഡലത്തിൽ എത്തിയത്. സ്വരാജിന് തൻ്റെ വോട്ട് രേഖപ്പെടുത്തി ഏതാനും മണിക്കൂറുകൾ മാത്രം ഇത്തരത്തിൽ തൻ്റെ നാട്ടിലേക്ക് വരുന്നു. സ്വരാജിന് വോട്ട് രേഖപ്പെടുത്തി ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ്. അദ്ദേഹം വീണ്ടും മടങ്ങുകയാണ്. അതായത് സ്വരാജ് വിജയിച്ച് കയറണമെന്ന അതിയായ ഒരു ആഗ്രഹം, അതിനുവേണ്ടി ഏതാനും മണിക്കൂറുകൾ മാത്രം നാട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. അത്തരത്തിൽ വലിയ അതായത് സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി പേരാണ് സ്വരാജ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കണം എന്ന ആഗ്രഹവുമായി പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു 21 ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ വോട്ടെടുപ്പിൻ്റെ ആ ഒരു ദിവസവും നമ്മൾ അത്തരത്തിലുള്ള നേർക്കാഴ്ചകളാണ് നിലവിലിപ്പോൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയണം.